മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയും ഡാം തകരുമെന്ന ആശങ്കയെ സംബന്ധിച്ച് ചർച്ചകൾ സജീവമാകുന്നതിനിടയിലാണ് അണക്കെട്ടിനെ കുറിച്ചുള്ള UN റിപ്പോർട്ട് പുറത്തുവരുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് കാര്യമായ ബലക്ഷയമുണ്ടെന്നും തകരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും ഐക്യരാഷ്ട്ര സംഘടനാ യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. UN റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വിശകലനങ്ങൾ ഇങ്ങനെ: 125 വർഷം മുമ്പ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സാങ്കേതിക വിദ്യ കാലഹരണപ്പെട്ടതാണ്. ഭൂചലന സാധ്യതയുള്ള പ്രദേശത്താണ് ഡാം സ്ഥിതി ചെയ്യുന്നത്. 1979-ലും 2011-ലും ഉണ്ടായ ഭൂചലനങ്ങളിൽ ഡാമിന് വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. അണക്കെട്ടിലെ ചോർച്ചയും ആശങ്കയുണർത്തുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ കേരളത്തിലെ 35 ലക്ഷം പേരെ ബാധിക്കുമെന്നും UN റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഡാമുകളുടെ സുരക്ഷാ ഭീഷണിയെക്കുറിച്ചാണ് റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത്. 1895-ലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുന്നത്. 50 വർഷത്തെ ആയുസാണ് അന്ന് നിശ്ചയിച്ചിരുന്നതും. എന്നാൽ 125 വർഷം കഴിഞ്ഞിട്ടും മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യുകയോ പുതിയ ഡാം നിർമ്മിക്കുകയോ ചെയ്തിട്ടില്ല. അണക്കെട്ടുമായി ബന്ധപ്പെട്ട് കേരളവും തമിഴ്നാടുമായുള്ള തർക്കവും നിയമ പോരാട്ടങ്ങളും വർഷങ്ങളായി തുടരുകയാണ്. 2009-ൽ പുതിയ അണക്കെട്ട് പണിയണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും തമിഴ്നാട് അതിനെ എതിർത്തു. ജലനിരപ്പ് താഴ്ത്തണമെന്ന കേരളത്തിന്റെ വാദവും തമിഴ്നാട് അംഗീകരിച്ചില്ല. 1977-ലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ആദ്യമായി ചോർച്ച ദൃശ്യമായി തുടങ്ങിയത്. ഡാം നിർമ്മിക്കാൻ ഉപയോഗിച്ച സുർക്കി മിശ്രിതം വലിയ തോതിൽ ഒലിച്ചിറങ്ങി അണക്കെട്ട് അപകടാവസ്ഥയിലായി. പുതിയ അണക്കെട്ടിന്റെ പദ്ധതി രേഖ തയ്യാറാക്കിയെങ്കിലും പരിസ്ഥിതി ആഘാത പഠനം നടത്താനായി കേരളം ശ്രമിച്ചപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അനുമതി നിഷേധിച്ചു. നിയമപോരാട്ടത്തിനൊടുവിൽ 2019-ൽ അനുമതി ലഭിച്ചെങ്കിലും കാര്യമായ തുടർ നടപടികൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല. അണക്കെട്ട് ബലമുള്ളതാണെന്നും ജലനിരപ്പ് 142-ൽ നിന്ന് 152 അടിയാക്കി ഉയർത്തണമെന്നുമാണ് തമിഴ്നാട് ഇപ്പോഴും ഉന്നയിക്കുന്ന ആവശ്യം. പുതിയ അണക്കെട്ട് വേണമെങ്കിൽ ഇരു സംസ്ഥാനങ്ങളും യോജിച്ചു മാത്രമേ തീരുമാനമെടുക്കാവൂവെന്നാണ് കോടതിയുടെ നിർദ്ദേശം. എന്നാൽ ഇക്കാര്യത്തിൽ തമിഴ്നാടിന്റെ അനുമതിക്കായി കാത്തിരിപ്പ് തുടരുക മാത്രമാണ്. ജനങ്ങളുടെ ജീവന് ഭീഷണിയായി നിൽക്കുന്ന ജലബോംബിന്റെ കാര്യത്തിൽ നടപടിയെടുക്കാൻ ഇതുവരെ സർക്കാർ തയ്യാറാകാത്തതാണ് ആശങ്കയ്ക്കിടയാക്കുന്നത്.